സമയത്ത് അത് ചോദിക്കാൻ പാടില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ കൂടെ അവരത് ചോദിക്കുന്നു എന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ RCCയിൽ എൻ്റെ ബ്ലഡ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്ത് ജീവൻ മരണ പോരാട്ടത്തെ ഫസ്റ്റ് കീമോയ്ക്ക് ഞാൻ അഡ്മിറ്റ് ആയിട്ടുള്ള സമയത്ത് എന്നെ അറിയാവുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ്, നിനക്കിത് ഏത് സ്റ്റേജാണെന്നുള്ളത്. ആ വ്യക്തി എന്തുകൊണ്ടാണ് എനിക്കത് അയച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അത് ഇതേപോലെ ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നടക്കുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിനോടും ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഓടുന്ന ബൈസ്റ്റാൻഡറുകളോടും ആരൊക്കെ ആ കൂട്ടത്തിൽ ഓടുന്നുണ്ടോ അവരോട് ചോദിക്കാൻ പാടില്ല ഇതൊന്നും. എന്നാണ് നമുക്കിനി ഇതൊക്കെ മനസ്സിലാവുക? എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ്, എൻ്റെ കീമോ എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫർദർ ട്രാൻസ്പ്ലാന്റ് നടന്നു. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഞാൻ റിക്കവറി ഫേസ് കഴിഞ്ഞ് പതിയെ എൻ്റെ നോർമൽ ലൈഫിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്നോടിപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിനക്ക് മെഡിസിൻസ് ഉണ്ടോ? മെഡിസിൻസ് ആർക്കാണ് ഇല്ലാത്തത്? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള എല്ലാ വ്യക്തികൾക്കും മെഡിസിൻസ് ഇല്ലേ? അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ക്യാൻസർ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മെഡിസിൻ ഇല്ലാണ്ടിരിക്കുക? പിന്നെ നിനക്ക് ഹെൽത്ത് വൈസ് ഓക്കെ അല്ലേ? കാണുമ്പോൾ നമ്മൾ ഓക്കെ ആവാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഓക്കെ ആണെന്ന് തോന്നും. ഏതെല്ലാം തലങ്ങളിലൂടെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് പോയിട്ടുള്ളത്? ഫിസിക്കലി മാത്രമല്ലല്ലോ, മെൻ്റലി, ഫൈനാൻഷ്യലി. സോ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ചോദിക്കണ്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചോ. ചോദിക്കരുത് ആരോടും. നോ, പ്ലീസ് ഡോണ്ട്.